ഇത്തരമൊരു ചടങ്ങ് ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കൊട്ട് ശീലവുമില്ല. സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളെ നമ്മൾ വിളിച്ചുണർത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഇതിപ്പോ കാര്യങ്ങൾ എന്റെ കൈപ്പിടിയിലല്ലോ. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ടല്ലോ, വിളക്ക് കൊളുത്താലേ? അയ്യോ, നിക്ക്, ഒരു കേക്ക് കട്ടിങ്ങും കൂടി ഉണ്ട്. ചന്ദ്രമോളാണ് അത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. വിളക്ക് കത്തിച്ചാലുടൻ കേക്ക് മുറിക്കാൻ. കേക്ക് മുറിക്കാൻ എന്നാലും പിറന്നാളൊന്നും അല്ലല്ലോ. ഞങ്ങളാരും മധുരം രുചിക്കാനുള്ള മാനസികാവസ്ഥയിലുമല്ല. അതെ, മകനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടിയും. ഞങ്ങളുടെയൊക്കെ തൊണ്ടക്കുഴിയിൽ കണ്ണുനീരിന്റെ കയ്പും പുളിപ്പും ഒക്കെ ഉള്ളൂ. എത്ര മധുരം കഴിച്ചാലും അത് മാറത്തില്ല. എന്നാലും ഒരു ചടങ്ങല്ലേ, അതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ? അതങ്ങനെ അങ്ങ് നടക്കട്ടെ. ചന്ദ്രമോളും ദേവികമോളും ചേർന്ന് കേക്ക് മുറിക്കണമെന്ന എന്റെ ഒരു ഇത്. ഏത്? ദേവികമോളുടെ ഭർത്താവിന്റെ ഹൃദയം എന്റെ ചന്ദ്രമോളുടെ ഭർത്താവിന് കിട്ടിയിരിക്കുന്നു. അപ്പോ അങ്ങനല്ലേ വേണ്ടത്? ചന്ദ്രമോളുടെ ഭർത്താവോ? അതിന്റെ കല്യാണം ആരുടെയും നടന്നിട്ടില്ലല്ലോ. അടുത്ത ആളിയാ. ആളി ഒന്ന് സമാധാനപ്പെട്. ഇടിച്ചു കരുതിക്കാതെ അങ്ങോട്ട് തന്നെ മാറിയേക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അതിഥികളാ അവര്. ഓ ആയിക്കോട്ടെ, നമുക്ക് അതിർപ്പൊന്നും ഇല്ലേ. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ദേവിക മോള് വിളക്ക് കത്തിച്ചിട്ട് അവര് മടങ്ങിപ്പോകട്ടെ. നീ വിളിച്ചിട്ടല്ലേ അവര് വന്നത്? അച്ഛാ, നീയോ? നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അച്ഛൻ ഇങ്ങനെ അന്യരെ പോലും മാറി നിന്ന് സംസാരിക്കരുത്. ഞാനല്ലല്ലോ ചടങ്ങ് സംഘടിപ്പിച്ചതും വിളിച്ചതും ഒക്കെ, നീയല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. ഇവര് അഭിമാനികളായതുകൊണ്ട് അവര് വന്നു. പക്ഷെ അതൊരു ദൗർബല്യമായി കണ്ട് അപമാനിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ. ഇവര് വിളക്ക് എത്തിച്ചിട്ട് മടങ്ങിപ്പോയിക്കോട്ടെ, അത് എന്റെ തീരുമാനമാണ്. ആയിക്കോട്ടെ, അതിനു മുമ്പ് എന്റെ മോളെ വിളിക്കാം. ഒരു തിരി കത്തിക്കാനുള്ള അവകാശം അവൾക്കും ഉണ്ടല്ലോ. ചന്ദ്രമോളെ, ചന്ദ്രമോളെ.